നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യൂദയുടെ ചതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു. അവർ വാക്കുകൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കുവാൻ അവൻ തർക്കമന്വേഷിച്ച് പോന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ യേശുവിനു വേണ്ടി ജീവിക്കാനും മരിക്കാനും മനസ്സുള്ളവരായിട്ടാണ് അക്കാലത്ത് ആളുകൾ കണക്കാക്കിയിരുന്നത്. കാരണം കഴിഞ്ഞ 3.5 വർഷമായി പട്ടിണിയും പൈതാഹവും ഒക്കെ ഉണ്ടായിട്ടും ആളുകളുടെ ഉപദ്രവങ്ങളും പരിഹാസവും ഉണ്ടായിട്ടും അവർ യേശുവിനോട് കൂടെ ഉണ്ടും ഉറങ്ങിയും ഉറങ്ങാതെയും ഉണ്ണാതെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ തീർച്ചയായിട്ടും എന്ത് വില കൊടുത്തും അനുഗമിക്കാൻ മനസ്സുള്ള ആളുകളായിരുന്നു ആ 12 ശിഷ്യന്മാർ. അതല്ലെങ്കിൽ അവരോട് കൂടെയുള്ള 70 ആളുകൾ. ഇതൊക്കെയായിരുന്നു ആളുകളുടെ ധാരണ. ആ ധാരണയാണ് യഹൂദന്മാരുടെ നേതാക്കന്മാർക്ക്, അതായത് മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറുണ്ടോ, പണം തരാം എന്ന് ശിഷ്യന്മാരിൽ ആരോടും പറഞ്ഞില്ല. എന്നാൽ ഒരു ശിഷ്യൻ അവരെ ചെന്ന് കാണുകയാണ്. മഹാപുരോഹിതനെയും അല്ലെങ്കിൽ മൂപ്പന്മാരെയും ഒക്കെ ചെന്ന് കണ്ട്, ഞാനവനെ കാണിച്ചു തരാം, നിങ്ങൾ എന്തു തരും എന്ന് ചോദിച്ചു. ബാർഗെയിൻ ചെയ്തു. 30 വെള്ളിക്കാശ് പറഞ്ഞൊത്തു. അന്ന് തുടങ്ങി യേശുവിനെ വലിയ ജനത്തിരക്കില്ലാത്ത സ്ഥലത്ത് വെച്ച് കാണിച്ചു കൊടുക്കാൻ അവൻ തക്കമന്വേഷിച്ച് പോരുകയായിരുന്നു. ഇതൊക്കെ വായിക്കുന്ന ആളുകൾക്ക്, അതായത് യൂദയിൽ സാത്താൻ കടന്നു, യൂദ പോയി യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ആളുകളുമായി പറഞ്ഞൊത്തു, പിന്നീട് അവനത് ചെയ്തു. ഇതൊക്കെ വായിക്കുന്ന ആളുകൾക്ക് യേശുവിൻ്റെ അപ്പോസ്തലന്മാരല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏതവസരത്തിലും തെറ്റിപ്പോകാമല്ലോ, പിശാച് അവരിൽ കിടക്കാൻ സാധ്യതയുണ്ടല്ലോ, അവർ ഹീനന്മാരായി മ്ലേച്ഛന്മാരായി പരിഹാസപാത്രമായി തീരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിക്കാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂദയുടെ പാപം എന്നുള്ളത് യേശുവിനെ ഒറ്റിക്കൊടുത്തതല്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കാതിരുന്നിരുന്നെങ്കിലും യൂദ നരകത്തിലെ പോകൂ. പല ആളുകളും പഠിപ്പിക്കുന്നതും വിചാരിക്കുന്നതും യൂദ നല്ല മനുഷ്യനായിരുന്നു, യൂദ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, യൂദ അത്ഭുതം ചെയ്തിട്ടുണ്ട്, യൂദ പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്നു, യൂദ 3.5 വർഷം നല്ലയാളായിരുന്നു. എന്നാൽ ദുർബല നിമിഷത്തിൽ സാത്താൻ്റെ പ്രേരണയാൽ അയാൾ തെറ്റിപ്പോയതാണ്. അങ്ങനെ തെറ്റിപ്പോകാൻ സകല വിശ്വാസികൾക്ക് സാധ്യതയുണ്ടെന്നൊക്കെയാണ് ചിലർ പഠിപ്പിക്കുന്നത്. എന്നാൽ യൂദ ഒരു നല്ല വിശ്വാസിയോ നല്ല ശിഷ്യനോ അല്ലെങ്കിൽ നല്ലൊരു അപ്പോസ്തലനോ ആയിരുന്നില്ല. യൂദ രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല. ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 3:17 ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകാൽ മനുഷ്യർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതത്രേ. അപ്പോൾ പാപം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് യേശുവിനെ രക്ഷിതാവിനെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമാണ്. ബാക്കിയൊക്കെ പാപങ്ങളാണ്. മദ്യപാനമായാലും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗമായാലും വ്യഭിചാരമായാലും കൊലപാതകമായാലും മോഷണമായാലും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തതാണെങ്കിലും ഇതെല്ലാം പാപങ്ങളാണ്. പാപം ഒന്നേ ഉള്ളൂ, നരകവിധിക്ക് യോഗ്യമായ പാപം ഒന്നേ ഉള്ളൂ, അത് രക്ഷിതാവിനെ കൈക്കൊള്ളാതിരിക്കുക, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ്
യൂദയുടെ കാര്യത്തിൽ സംഭവിച്ചത്. യൂദ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ വന്നു, അല്ലെങ്കിൽ യേശു അവനെ തിരഞ്ഞെടുത്തു. യേശു തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തൻ്റെ സർവ്വജ്ഞാനത്തിൽ അവൻ ആരാണെന്ന് അറിയാമായിരുന്നു. കാരണം ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, യേശുവിനെ ഒരാൾ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. അവൻ്റെ കാര്യം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ അപ്പം തന്ന് എൻ്റെ പ്രാണസ്നേഹിതനെ എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അതുപോലെ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവൻ്റെ മക്കൾ അനാഥരാകട്ടെ, അവിടെ ആരും പാർക്കാതിരിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് 30 വെള്ളിക്കാശിനായിരിക്കുമെന്നും ഒരു ശിഷ്യനായിരിക്കുമെന്നും ഒക്കെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഒരാൾ വേണം. തീർച്ചയായിട്ടും 11 പേരുടെ കൂടെ 12ാമത്തെ ആള് അവൻ വാസ്തവമായി യേശുവിനെ ദൈവമായി കർത്താവായി സ്വീകരിച്ചുകൊണ്ടല്ല വന്നത്. തൻ്റെ സർവ്വജ്ഞാനത്തിൽ യേശു അത് അറിഞ്ഞിരുന്നു. യേശു അത് പറയുകയും ചെയ്തു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാം ശുദ്ധിയുള്ളവരാണ്, ഒരുത്തനല്ല താനും. നിങ്ങൾ ഒരുത്തൻ കള്ളനാണ്, ഒരുത്തൻ പിശാചാണ്. ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു. ആ മനുഷ്യൻ രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ എന്നല്ല, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ. യൂദ യേശുവിനെ ദൈവവും കർത്താവുമായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നില്ല. അവനൊരു നല്ല ശിഷ്യനായിരുന്നില്ല, അവനൊരു കപട ശിഷ്യൻ ആയിരുന്നു. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന ദിവസം യേശു തന്നെ പറയുകയാണ്, ഇവൻ്റെ അന്തരംഗം മനസ്സിലാക്കുന്ന സർവജ്ഞാനെ യേശു പറയുകയാണ്, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന്. അപ്പോൾ ഇവിടെ ഈ മഹാപുരോഹിതൻ്റെ അടുക്കൽ ഇയാൾ ചെന്ന് പറയുകയാണ്, പൈസ തരുവാണെങ്കിൽ ഞാൻ യേശു ഒറ്റയ്ക്കുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന്. പ്രിയപ്പെട്ടവരെ, ആ കപട ശിഷ്യൻ യേശുവിനോടുകൂടെ 3.5 വർഷം സഞ്ചരിച്ച് വചനം കേട്ടതാണ്. ഒരാൾ വാസ്തവമായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെയാണ് വചനം കേൾക്കുന്നതെങ്കിൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ളൂ. അവൻ്റെ ഉള്ളിലേക്ക് ഒട്ടും വെള്ളം വരികയില്ല. അവൻ്റെ ജീവിതത്തിന് ഒരു സ്വാധീനവും ചെലുത്താൻ വചനത്തിന് സാധിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടവരുടെ മായമില്ലാത്ത പാലും രക്ഷിക്കപ്പെട്ടവരുടെ ആഹാരവുമാണ് വചനം. രക്ഷിക്കപ്പെട്ടവർക്ക് പാറയെപ്പോലുള്ള പാറയെ തകർക്കുന്ന ചുറ്റികയാണ് വചനം. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിലെ കുറവുകളെ ശുദ്ധീകരിക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയാണ്, അല്ലെങ്കിൽ കഴുകുന്ന വെള്ളമാണ് ദൈവവചനം. രക്ഷിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വചനം കേട്ടാലും എന്ത് അത്ഭുതം കണ്ടാലും ഒരു മാറ്റവും അവർക്കുണ്ടാകുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ് നന്നായിരിക്കുക. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയാറുണ്ട്. നമ്മൾ യേശുവിനെ സമീപിക്കുന്നത് ആത്മരക്ഷയ്ക്കായിരിക്കണം, പാപമോചനത്തിനായിരിക്കണം. അത് ഹൃദയത്തിൽ അകൃത്യം കരുതാതെ സകല പാപത്തെ ഉപേക്ഷിച്ച് പാപത്തേക്കാൾ, അന്ധവിശ്വാസങ്ങളെക്കാൾ, മറ്റു മനുഷ്യരെക്കാൾ, നേതാക്കളെക്കാൾ യേശുവിനെ മാത്രം സ്നേഹിച്ച് ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പരീക്ഷകൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ കർത്താവ് അവരെ സഹായിക്കും. അവരെ തെറ്റിപ്പോകാതെ കർത്താവ് അവരെ സൂക്ഷിക്കും. ഇൻ കേസ് ഒരു വീഴ്ച സംഭവിച്ചാൽ അനുതാപത്തോടെ കർത്താവിനെ സമീപിച്ചാൽ കർത്താവ് പാപം ക്ഷമിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് തെറ്റ് സംഭവിക്കാം, അതിന് ബാലശിക്ഷയുണ്ട്, പക്ഷെ നരകശിക്ഷയില്ല. എന്നാൽ യൂദയെ സംബന്ധിച്ച് അവൻ രക്ഷിക്കപ്പെടാത്ത ആളായിരുന്നു. അതുകൊണ്ട് അവൻ നരക യോഗ്യനായിരുന്നു. അതാണിവിടെ സംഭവിച്ചത്. അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.